സംസ്ഥാന ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിനാണ് ഇത്തവണ പാലക്കാട് സാക്ഷ്യം വഹിച്ചത്. ത്രികോണ പോരാട്ടം എന്ന വിശേഷണത്തെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മൂന്ന് മുന്നണികളും കളം നിറഞ്ഞു. എന്നാൽ പാലക്കാട് വിധി നിർണ്ണയിക്കുന്നത് 7000 വോട്ടുകളുടെ മേൽക്കൈ മാത്രമാണ്. 2021 ഇ ശ്രീധരൻ 3000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടയിടം. അതേസമയം BJPയുടെ ശക്തികേന്ദ്രം. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലം. അതേസമയം കാലങ്ങളായി CPM-നെ കേവലം കാഴ്ചക്കാരനാക്കി മാറ്റിയ മണ്ഡലം. അങ്ങനെ രാഷ്ട്രീയ അട്ടിമറിയുടെ പരമ്പര തന്നെയുണ്ട് പാലക്കാടിന് പറയാൻ. ഇപ്പോഴത്തെ പോരാട്ടം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഷാഫിയേക്കാൾ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ്. മറ്റൊരർത്ഥത്തിൽ സരിൻ LDF-ന് ആശ്വാസവുമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് ചർച്ചകളിൽ പോലും ഇടം പിടിക്കാതിരുന്ന LDF പിന്നീട് സരിന്റെ പേരിലൂടെയാണ് സജീവ രാഷ്ട്രീയ ചർച്ചയിൽ പോലും ഇടം പിടിച്ചത് എന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. BJP-യിലേക്ക് വന്നാൽ പ്രതീക്ഷകൾ ഏറെയുണ്ടായിരുന്നിടത്ത് ആഭ്യന്തര കലഹം വിള്ളൽ വീഴ്ത്തിയോ എന്ന ആശങ്കയുമുണ്ട്. 70.51% പോളിംഗ് ആണ് ഇത്തവണ നടന്നത്. ഇതിൽ ചെറിയ ശതമാനം മാറ്റം വരും അവസാന കണക്കുകളിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 73.71% പോളിംഗ് ആണ് നടന്നത്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ 3% വോട്ടിന്റെ കുറവാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 5% പോളിംഗ് കുറവാണ്. 70.90% വോട്ടാണ് ഇക്കുറി നടന്നത്. 2021 ഇത് 75.24% പീരായിരി പഞ്ചായത്തിൽ 70.55% പോളിംഗ് ആണ് നടന്നത്. 2021 ഇത് 75.10% മത്തൂർ പഞ്ചായത്തിൽ 70.49% പോളിംഗ് ആണ് നടന്നത്. 2021 ഇത് 73.82%. കണ്ണാടി പഞ്ചായത്തിൽ 8% പോളിംഗ് കുറവാണ് ഉണ്ടായത്. 70.56% പോളിംഗ് ആണ് ഇക്കുറി നടന്നത്. 2021 ഇത് 78.45% ഇത്തവണത്തെ വോട്ട് നില പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നഗരത്തിലാണ് എന്നതാണ് ഒരു പക്ഷത്തിന്റെ വാദം. എന്നാൽ അതേസമയം തന്നെ ആ വാദത്തിൽ കഴമ്പില്ല എന്നുള്ള മറുവാദവും ഉയർന്നു വരുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കണ്ണാടി പഞ്ചായത്തിലുമാണ്. നഗരത്തിലെ പോളിംഗ് ശതമാനത്തിലെ വർധനവ് യഥാർത്ഥത്തിൽ BJPക്ക് അനുകൂലമായ വിധി നിർണ്ണയിക്കുമെന്ന് ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം. അതുകൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഫേസ്ബുക്ക് പേജിൽ വിജയാഘോഷത്തിന്റെ പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ C. കൃഷ്ണകുമാർ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായിരുന്നു സാഹചര്യമെങ്കിലും ഉപതെരഞ്ഞെടുപ്പിലും അതേ അനുകൂല സാഹചര്യം കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നത് BJP അനുകൂല തരംഗമല്ല, മറിച്ച് ഇ ശ്രീധരൻ എന്ന വ്യക്തിപ്രഭാവമാണ് എന്നതും തള്ളിക്കളയാനാകാത്ത വസ്തുത തന്നെയാണ്. ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നഗരമേഖലയിൽ 7000 മുതൽ 8000 വോട്ടിന്റെ ലീഡ് നേടിയാൽ മാത്രമാണ് BJPക്ക് ഇത്തവണ വിജയിക്കാനാകൂ. CPM-നെ സംബന്ധിച്ച് നഗരത്തിൽ 10000-ൽ പരം വോട്ടിന് പുറകിലുമാണ്. മാത്രമല്ല നഗരപ്രദേശങ്ങളിലെ ഈ കുറവ് ഗ്രാമപ്രദേശങ്ങളിൽ CPM നേടിയെടുക്കുകയും വേണം. എന്നാൽ മാത്രമേ CPM-ന് വിജയിക്കാനാകൂ. എന്നാൽ അതേസമയം തന്നെ നഗരപ്രദേശങ്ങളിലെ പോളിംഗ് ശതമാനത്തിലെ കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലെ പോളിംഗ് ശതമാനത്തിലെ കുറവും CPM-നെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പീരായിരി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണെന്നിരിക്കെ UDF മറികടക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ BJPക്ക് മറ്റു മേഖലകളിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയും BJPക്കുണ്ട്. എന്നാൽ ഷാഫിക്ക് കിട്ടാത്ത ഭൂരിപക്ഷം രാഹുലിന് കിട്ടുമോ എന്നതാണ് BJP സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശ്രീധരന് കിട്ടാത്ത വിജയം C. കൃഷ്ണകുമാറിന് കിട്ടുമോ എന്ന മറുചോദ്യവും ഉരുളയ്ക്ക് ഉപ്പേരി എന്ന പോലെ എതിർചേരിയിലുമുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന രാഷ്ട്രീയ കരുനീക്കങ്ങളിൽ സന്ദീപ് വാര്യർ എത്തിയത് UDF-ന് തിരിച്ചടിയായി എന്നും വിലയിരുത്തലുണ്ട്. സന്ദീപിന്റെ പാണക്കാട് സന്ദർശനവും തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ ഇപ്പോഴും സജീവം തന്നെയാണ്. എന്നാൽ ഇടതിനെ സംബന്ധിച്ച് പരീക്ഷണം പാതി വിജയിച്ചു എന്നും പറയാം. കളത്തിലില്ലാതിരുന്നിടത്ത് ഒടുവിൽ ത്രികോണ പോരാട്ടത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇടതു മുന്നണി ഫലം കൊയ്യുന്നുണ്ട്. ഇനി പരാജയമാണ് എങ്കിൽ പോലും അതും ഇടതിന് അനുകൂല ഘടകം തന്നെയാണ്. മാത്രമല്ല MP രാജേഷ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത് CPM-ന് പ്രതീക്ഷ നൽകുന്നുമുണ്ട്. മുൻപ് വോട്ട് ചെയ്യാത്തവർ പോലും ഇത്തവണ ബൂത്തിലേക്ക് ഇറങ്ങിയത് സരിന് അനുകൂലമാകുമെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വമുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നഗരത്തിൽ CPM നില മെച്ചപ്പെടുത്താതിരിക്കുകയും BJP ലീഡ് ഭൂരിപക്ഷം കടക്കാതിരിക്കുകയും ചെയ്താൽ വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് വിജയിച്ചു കയറാൻ സാധിക്കും. മുൻ വർഷങ്ങളിലെ പാറ്റേൺ വിശകലനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിഗമനത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ എത്തിച്ചേരുന്നത്.